എങ്ങനെ ജീവിക്കുന്നു എന്നതിനെക്കുറിച്ച് സർക്കാർ നടത്തിയ ഔദ്യോഗിക പഠനം കൗതുകകരങ്ങളായ കണ്ടെത്തലുകളാണ് നടത്തിയത്. മലയാളി കണ്ടമാനം മദ്യപിക്കുന്നു എന്ന പ്രചരണം അടിസ്ഥാനരഹിതമാണെന്ന് ആ കണ്ടെത്തലുകൾ പറയുന്നു. കേരളത്തിലെ വീട്ടുചെലവുകൾ സംബന്ധിച്ച ഔദ്യോഗിക എക്സ്പെൻഡിച്ചർ സർവേ നടത്തുന്നത് 10 വർഷത്തിൽ ഒരിക്കലാണ്. നാഷണൽ സാമ്പിൾ സർവേ ഓഫ് ഇന്ത്യയും സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയവും ചേർന്നാണ് സർവേ നടത്തുന്നത്. 2011-12 മുമ്പ് ഈ പഠനം നടത്തിയത്. 2021-22 പഠന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതനുസരിച്ച് മലയാളി കുടുംബത്തിലെ പ്രധാന ചെലവിനം ഭക്ഷണം തന്നെയാണ്. നാട്ടിൻപുറങ്ങളിലെ കുടുംബത്തിന്റെ ചെലവിൽ 39.10% നഗരങ്ങളിലെ കുടുംബങ്ങളുടെ ചെലവിൽ 36.01% ഭക്ഷണ ചെലവുകളാണ്. 2011-12 ഈ വിഹിതം നാട്ടുപുറങ്ങളിലും നഗരങ്ങളിലും കുറഞ്ഞിട്ടുണ്ട്. ഭക്ഷണത്തിനുള്ള ചെലവ് 2012 ഗ്രാമങ്ങളിൽ 42.99% ആയിരുന്നത് 39.10% നഗരങ്ങളിൽ 36.97% ആയിരുന്നത് 36.01% കുറഞ്ഞത്. യാത്രയ്ക്കാണ് രണ്ടാമത്തെ കൂടിയ ചെലവ്. ഗ്രാമങ്ങളിലെ ചെലവിന് 11.52%, നഗരങ്ങളിൽ 10.61% ഇതിലേക്ക് ചിലവാക്കുന്നു. വീട്ടുപകരണങ്ങൾ വാങ്ങുന്നതിന് 11.06%, 11.97% ചിലവുണ്ട്. 2012 അത് 6.09%, 7.11% ആയിരുന്നു. കിടത്തി ചികിത്സയ്ക്കുള്ള വിഹിതം ഗ്രാമപ്രദേശങ്ങളിൽ 4.33%, നഗരങ്ങളിൽ 3.41% ചെലവാക്കുന്നു. 2012 അത് 3.48%, 3.03% ആയിരുന്നു. കിടക്കാതെയുള്ള ചികിത്സയുടെ ചെലവ് 5.68 നിന്നും 6.57, 5.07 നിന്നും 5.80 ഉയർന്നു. രണ്ടും കൂടി ചേരുമ്പോൾ ചികിത്സയ്ക്കുള്ള ചെലവ് നാട്ടിൻപുറങ്ങളിൽ 10.90%, നഗരങ്ങളിൽ 9.21% ആണ്. ഇറച്ചി, മുട്ട, പാൽ എന്നിവ കൂടുതൽ ചെലവാകുന്നതും ഗ്രാമങ്ങളിലാണ്. വരുമാനത്തിന്റെ 9.21%, നഗരങ്ങളിൽ 7.21%. അരി, ഗോതമ്പ് തുടങ്ങിയ ധാന്യങ്ങൾക്ക് 2.96%, നഗരങ്ങളിൽ 2.52% ചെലവാക്കുന്നു. 2012 അത് യഥാക്രമം 5.38, 4.57 ആയിരുന്നു. പച്ചക്കറികൾക്ക് 3.37%, 2.75% ചെലവ്. വിദ്യാഭ്യാസത്തിന് ഗ്രാമങ്ങളിൽ 2.81% ചിലവ് വരുമ്പോൾ നഗരങ്ങളിൽ അത് 4.08 ആണ്. വിനോദത്തിന് ഗ്രാമങ്ങളിൽ 1.51%, നഗരങ്ങളിൽ 1.66%. രാജ്യത്ത് 3 നേരവും ഭക്ഷണം കഴിക്കുന്നവർ 56% മാത്രമാണെന്നും ഇക്കാര്യത്തിൽ കേരളം വളരെ മുന്നിലാണെന്നും സർവേ കണ്ടെത്തുന്നു. 2011-12 49.5% ആയിരുന്നു 3 നേരം ഭക്ഷണം കഴിച്ചിരുന്നതെങ്കിൽ 2022-23 അത് 56.3%. എന്നാൽ കേരളത്തിലെ ജനങ്ങളിൽ 98.38% 3 നേരം ഭക്ഷണം കഴിക്കുന്നവരാണ്. തമിഴ്നാട് തൊട്ടടുത്ത്, അവിടുത്തെ ജനങ്ങളിൽ 98.1% 3 നേരം ഭക്ഷണം കഴിക്കുന്നു. തെലങ്കാനയ്ക്കാണ് 3ാം സ്ഥാനം. അവിടെ 87.72% 3 നേരം ഭക്ഷണം കഴിക്കുന്നു. ഏറ്റവും പിന്നിൽ ഗുജറാത്താണ്. അവിടെ 3 നേരവും ഭക്ഷണം കഴിക്കുന്നവർ വെറും 30.66%. രാജസ്ഥാൻ തൊട്ടടുത്തുണ്ട്. 30.94% അവിടെ 3 നേരം ഭക്ഷണം കഴിക്കുക. സർവേ അനുസരിച്ച് അങ്ങനെ മദ്യപിക്കുന്നില്ല. 2022-23 കണക്ക് ഗ്രാമപ്രദേശങ്ങളിൽ വീട്ടുചെലവിന്റെ 1.88% മാത്രമാണ് മദ്യം വാങ്ങുന്നതിനായി ഉപയോഗിക്കുന്നത്. നഗരപ്രദേശങ്ങളിൽ മദ്യത്തിനുള്ള ചെലവ് 1.37%. 2011-12 കണക്കിൽ അത് നാട്ടിൻപുറങ്ങളിൽ 2.68, നഗരപ്രദേശങ്ങളിൽ 1.87 ആയിരുന്നു. മദ്യം വാങ്ങുന്നതിന്റെ ദേശീയ ശരാശരിയേക്കാൾ വളരെ താഴെയാണ് ഔദ്യോഗിക കണക്കനുസരിച്ച് കേരളം.
ഇന്ത്യയിലെ നാട്ടിൻപുറങ്ങളിലെ വരുമാനത്തിന്റെ 3.70% നഗരങ്ങളിലെ ചിലവിന്റെ 2.41% മദ്യം വാങ്ങുന്നതിന് ഉപയോഗിക്കുക. ആൻഡമാൻ നിക്കോബാറിൽ അത് 9.08%, അരുണാചലിൽ 6.51%. ഗോവയിലെ ഗ്രാമപ്രദേശത്താണ് മദ്യം വാങ്ങുന്നതിനുള്ള ഏറ്റവും കുറവ് ശതമാനം, 1.52. മഹാരാഷ്ട്രയിലെ നഗരപ്രദേശങ്ങളിൽ 1.87% മാത്രമാണ് മദ്യത്തിനുള്ള ചിലവ്. കേരളത്തിലെ മദ്യക്കച്ചവടം സംബന്ധിച്ചുള്ള കണക്കുകളുമായി ഈ കണക്കുകൾ പക്ഷേ ഒത്തുപോകുന്നുണ്ടോ? 2022-23 മദ്യക്കച്ചവടത്തിൽ നിന്നുള്ള എക്സൈസ് വരുമാനം കേരളത്തിൽ 2032.23 കോടി രൂപയായിരുന്നു. 2021-2022 41.52% വർധനയാണ് ഉണ്ടായത്. ആകെ വരുമാനം 2875.95 കോടി രൂപയായി. കേരളത്തിൽ ഒരു വർഷം 18,500 കോടി രൂപയുടെ വിദേശ മദ്യം വിൽക്കുന്നുണ്ട്. റമ്മിനാണ് ഏറ്റവും ചിലവ്. ബിയർ, വൈൻ ഇനങ്ങളോടെ താല്പര്യം കുറവാണെങ്കിലും വേനൽക്കാലത്ത് ബിയർ നല്ല വിൽപ്പന ഉണ്ടാവും. 2022-23 12,000 കേസ് ബിയർ വിറ്റു. എന്നാലും വൈൻ ചിലവ് കുറയുകയാണ്. 4,200 കേസാണ് കഴിഞ്ഞ വർഷം ആകെ ചിലവായത്. കേരളം ഒരു വർഷം 41.68 കോടി ലിറ്റർ വിദേശ മദ്യം കുടിക്കുന്നതായാണ് കണക്ക്. 21-23 കാലത്ത് ബിവറേജസിനുണ്ടായ വിൽപ്പന 16.67 കോടി ലിറ്റർ ബിയർ. മെയ് 21 മുതൽ മെയ് 23 വരെ 31,911.77 കോടി രൂപ വിദേശ മദ്യ കച്ചവടത്തിൽ നിന്നും 3,050.44 കോടി ബിയർ വൈൻ കച്ചവടത്തിൽ നിന്നും ഉണ്ടായി. ദിവസം 5.95 ലക്ഷം ലിറ്റർ ബിയർ വിൽക്കുന്നു. ദിവസം 3.38 ലക്ഷം ലിറ്റർ വൈനും വിൽക്കുന്നു. ഇതിനു പുറമെ 3,500-ലേറെ കള്ളുഷാപ്പുകളും ഉണ്ട്. ലിറ്ററിന് 90 മുതൽ 110 വരെ രൂപയ്ക്കാണ് ഇവിടെ കള്ളു വിൽക്കുക. വർഷം 20 കോടി രൂപയാണ് കള്ളു കച്ചവടത്തിൽ നിന്നും സർക്കാരിന് ലഭിക്കുക. 2001 140 കോടി വരുമാനമുണ്ടായിരുന്ന കച്ചവടമാണിത്. വീടുകളിൽ ഭക്ഷണ വിഭവങ്ങൾ എത്തിക്കുന്ന സ്വിഗ്ഗി, സൊമാറ്റോ കമ്പനികൾ ബിയറും വൈനും വീട്ടിലെത്തിച്ചു കൊടുക്കുവാൻ സർക്കാരിന്റെ അനുമതി തേടി. ഇതിനെയെല്ലാം അതിലംഘിക്കുന്നതായിരിക്കുകയാണ് തലമുറകളെ ഇല്ലായ്മ ചെയ്യുന്ന മയക്കുമരുന്ന് കച്ചവടം. കേരളത്തിലെ 1140 സ്കൂളുകളിൽ മയക്കുമരുന്ന് കച്ചവടം എത്തിയതായി സർക്കാരിന് വിവരമുണ്ട്. മയക്കുമരുന്ന് ഉപയോഗിച്ചതിന് 385 കുട്ടികൾ പിടിയിലായിട്ടുണ്ട്. 100 രൂപയ്ക്ക് 10 മണിക്കൂർ നേരത്തേക്ക് ലഹരി നൽകുന്ന മയക്കുമരുന്ന് കുട്ടികൾക്ക് അനായാസം കിട്ടുന്നു. ആൺ പെൺ ഭേദമില്ലാതെ അവർ മയക്കുമരുന്ന് കണ്ണികളാകുന്നു. കോളേജ് വിദ്യാർത്ഥികളിൽ 31.8% മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു എന്നാണ് അനുമാനിക്കപ്പെടുന്നത്. മയക്കുമരുന്നിന് അടിമകളായവരിൽ 70% കുട്ടികളും 10 വയസ്സിനും 15 വയസ്സിനും ഇടയിൽ മയക്കുമരുന്ന് ഉപയോഗം തുടങ്ങുന്നതായാണ് കണ്ടെത്തിയിരിക്കുന്നത്. അവരിൽ 79% കൂട്ടുകാരിലൂടെയാണ് വശീകരിക്കപ്പെട്ടത്. തലസ്ഥാനത്തെ കരിമഠം കോളനിയിൽ മയക്കുമരുന്നിനെതിരെ സംസാരിച്ച അർഷദ് എന്ന യുവാവിനെ മാഫിയക്കാർ കൊന്ന സംഭവം ഉണ്ടായി. അത്ര ശക്തമാണ് അവരുടെ ശൃംഖല. കൊച്ചി തീരത്ത് നിന്നും നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ 2023 മെയ് 14 പിടികൂടിയത് 25,000 കോടി വിലയുള്ള മയക്കുമരുന്നാണ്. പാകിസ്ഥാനിൽ നിന്നും കൊണ്ടുവന്നതെന്ന് കരുതുന്ന 2,525 കിലോഗ്രാം ഹൈ പ്യൂരിറ്റി മെത്താൻഫെറ്റോമനാണ് പിടികൂടപ്പെട്ടത്. അതിന് കുറെ കാലം മുമ്പ് 12,000 കോടി വില വരുന്ന മയക്കുമരുന്നും പിടികൂടി. MDMA പിടികൂടിയതിൽ 1,300% വർധനയാണ് ഉണ്ടായത്. 21 താഴെയുള്ള യുവാക്കളുടെ ഇടയിൽ നടത്തിയ സർവേയിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരിൽ 40% 18 വയസ്സിന് മുൻപ് ഉപയോഗിച്ചു തുടങ്ങി എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അവരിൽ ഏറിയ പങ്കും പെൺകുട്ടികളാണെന്നത് ആകെ അമ്പരിപ്പിക്കുന്ന യാഥാർത്ഥ്യമാണ്. 2020 4,650 കേസുകളും 2021 5,334 കേസുകളും 2024 25,000 കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൊച്ചി, കോട്ടയം, മലപ്പുറം, കണ്ണൂർ, ആലപ്പുഴ ജില്ലകളിൽ മയക്കുമരുന്ന് കച്ചവടം ശക്തമാണ്. MDMA കൂടുതൽ ഉപയോഗിക്കുന്നതായി കണ്ടെത്തിയത് തലസ്ഥാന ജില്ലയിലാണ്. നാട്ടിലും നഗരത്തിലും എല്ലാം മയക്കുമരുന്ന് ലഭിക്കുന്നു. മയക്കുമരുന്ന് മാഫിയയ്ക്ക് കണ്ണികളുണ്ട്.
മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ മക്കൾ വരെ കെണിയിലാക്കപ്പെട്ടിട്ടുണ്ട്. 2024 ജൂലൈയിൽ 4169 മയക്കുമരുന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും 4423 പേർ ഈ മാസം അറസ്റ്റിലാവുകയും ചെയ്തു. ഭാരതത്തിലെ ഏറ്റവും വലിയ പബ്ലിക് സർവീസ് കമ്മീഷൻ കേരളത്തിലാണ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനിൽ പോലും 10 അംഗങ്ങളുള്ളപ്പോൾ കേരളത്തിലെ അംഗബലം 21. കേരളത്തിലെ ഇരട്ടിയിലേറെ വലുപ്പവും പുരോഗതിയുമുള്ള തമിഴ്നാട്ടിൽ പോലും 15 അംഗ PSC ആണ് ഉള്ളത്. കർണാടകത്തിൽ 10 അംഗങ്ങൾ. കേരളത്തിന്റെ 5 ഇരട്ടി വലുപ്പമുള്ള ഉത്തർപ്രദേശിലെ PSCയിലെ അംഗസംഖ്യ 8 ആണ്. മഹാരാഷ്ട്രയിലുള്ളത് 6 അംഗങ്ങൾ. ബംഗാളിൽ 5 അംഗങ്ങളാണ് ഉള്ളത്. 1956 നിലവിൽ വന്ന കേരളത്തിലെ PSCയിലെ അംഗസംഖ്യ 1959 5 ആക്കി. 1971 7, 1981 8, 1982 9, 1983 13, 1984 14, 1985 തന്നെ 15, 2005 18, 2013 21 അംഗങ്ങളാക്കി. അതായത് ധൂർത്തിന് പിണറായി സർക്കാരിനെ വാതോരാതെ കുറ്റം പറയുന്ന എല്ലാ UDF സർക്കാരാണ് PSCയിലെ അംഗസംഖ്യ 21 ഭാരതത്തിലെ ഏറ്റവും വലിയ PSCയുടെ പേരിൽ പിണറായി സർക്കാരിനെ പ്രതിക്കൂട്ടിൽ കയറ്റാൻ നോക്കിയ പ്രതിപക്ഷ നേതാവ് VD സതീശന് പിണറായിയുടെ മറുപടി മുഖം അടിച്ചുള്ള അടിയായിരുന്നു. PSCയിലെ അംഗസംഖ്യ ഇടത് സർക്കാർ ഒരിക്കലും വർദ്ധിപ്പിച്ചില്ല, പിണറായി ചൂണ്ടിക്കാട്ടി. ഇത്രയും വലിയ PSC ആവശ്യമില്ലെന്ന പക്ഷക്കാരനാണ് എല്ലാവരും തന്നെ. നിയമനം സംബന്ധിച്ച കേന്ദ്ര സർക്കാർ നിർദ്ദേശമനുസരിച്ച് ഇന്റർവ്യൂ നടത്തേണ്ട തസ്തികകൾ ചുരുങ്ങി. പലപ്പോഴും ഇന്റർവ്യൂവിന് ഒരംഗം മതി. കേരളത്തിലുള്ള 5 ലക്ഷം ജീവനക്കാരിൽ 15,000 പേരാണ് ഒരു വർഷം റിട്ടയർ ചെയ്യുന്നത്. അത്രയും ഒഴിവുകളാണ് ഓരോ വർഷവും ഉണ്ടാവുക. 2016 അഡ്വൈസ് അയച്ചത് 26,141 പേർക്കായിരുന്നു. 2017 35,911 പേർക്കും, 2018 28,095 പേർക്കും, 2019 35,422 പേർക്കും, 2020 25,914 പേർക്കും, 2021 26,724 പേർക്കും, 2022 22,393 പേർക്കുമാണ് അഡ്വൈസ് അയച്ചത്. നന്നായി ഏറെ പണം മുടക്കിയാണ് ജനം ഈ വെള്ളാനയെ നിലനിർത്തുന്നത്. ചെയർമാന് മാസം 2.21 ലക്ഷവും അംഗങ്ങൾക്ക് 2.42 ലക്ഷവുമാണ് മാസ ശമ്പളം. അത് 4 ലക്ഷവും 3.75 ലക്ഷവും ആക്കുവാൻ ശുപാർശയുണ്ട്. സർക്കാർ പരിഗണിച്ചു വരുന്നു. യാത്രാക്കൂലി, വാഹനം വാങ്ങുന്നതിന് പലിശരഹിത വായ്പ, പേഴ്സണൽ സ്റ്റാഫ് ജീവിതകാല ചികിത്സ സൗജന്യം, 6 വർഷം അഥവാ 62 വയസ്സുവരെ സേവനകാലം എന്നിവയുണ്ട്. PSC നടത്തുന്ന എല്ലാ പരീക്ഷകൾക്കും മിനിമം വിദ്യാഭ്യാസ യോഗ്യതയുണ്ട്. എന്നാൽ PSC അംഗത്തിലില്ല. അതുകൊണ്ട് ഒരു യുവാവിനെ PSC അംഗമായി നിയമിച്ചാൽ 6 വർഷത്തെ സേവനത്തിന് 40 വർഷമെങ്കിലും പെൻഷൻ കൊടുക്കേണ്ടി വരുന്ന സ്ഥിതിയാണുള്ളത്. ജനങ്ങളുടെ നികുതി പണം പാഴാക്കുന്ന വഴികൾ. ഇടത് സർക്കാരിലെ ധൂർത്തുകളെ കുറിച്ച് പറയുന്നവർക്ക് അധികാരം ലഭിച്ചാൽ എന്താവും സ്ഥിതി എന്നതിന്റെ ഓർമ്മപ്പെടുത്തലാവുകയാണ് PSC. എങ്കിലും എല്ലാം ശരിയാക്കാം എന്ന് പറഞ്ഞു വന്നവർക്ക് വാക്ക് പാലിക്കാമായിരുന്നു. രാഷ്ട്രീയക്കാർക്ക് അഭയം കൊടുക്കുന്നതിനുള്ള അഭയ കേന്ദ്രമാക്കി UDFകാർ മാറ്റിയ PSCയെ ഒന്ന് ട്രിമ്മാക്കി കുലീനത്വം കൊടുക്കാമായിരുന്നു. അപ്പോൾ ഇടതുമുന്നണി പ്രവർത്തകർ പറയും, നമ്മൾ അംഗത്വം കുറച്ചാലും അവർ കൂട്ടും, ഇഷ്ടമുള്ളവരെ എല്ലാം നിയമിക്കുകയും ചെയ്യും. PSCയിലെ അംഗസംഖ്യയ്ക്ക് പരിധി നിർണയിച്ചുകൊണ്ട് വല്ല കേന്ദ്ര നിയമവും വന്നെങ്കിൽ എന്നാണ് ജനം ആഗ്രഹിച്ചു പോകുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് കോഴിക്കോട് ജില്ലയിലെ CPM ഏരിയ കമ്മിറ്റി അംഗവും DYFI നേതാവുമായ പ്രമോദ് കൂട്ടോളിക്കെതിരെ ഉണ്ടായ പാർട്ടി നടപടി പ്രസക്തമാകുന്നത്. എന്തിനാണ് പാർട്ടിയുടെ ഉജ്ജ്വല സ്വലനായ ഒരു യുവ പോരാളിയെ പുറത്താക്കിയത് എന്ന് പാർട്ടി വ്യക്തമാക്കിയിട്ടില്ല. CPMന് പോലും സഹിക്കാനാവാത്ത എന്തോ അദ്ദേഹം ചെയ്തു എന്ന് വേണം കരുതാൻ. പാർട്ടിയുടെ ഇമേജ് കളങ്കപ്പെടുത്തുന്നതും പാർട്ടി അച്ചടക്കത്തിന് നിരക്കാത്തതുമായ എന്തോ ചെയ്തു. അതെന്താവും എന്ന് പാർട്ടി പറയാത്തത് കൊണ്ട് എന്തോ ഒളിക്കാനുണ്ടെന്ന് കരുതാം. മരാമത്ത് വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയുടെ മരുമകനുമായ റിയാസിന്റെ അയൽപക്കക്കാരനായത് കൊണ്ടാവില്ലല്ലോ ഈ ചെറുപ്പക്കാരനെ പുറത്താക്കിയത്.
തനിക്കെതിരെ ആരുടെയും പരാതി ഇല്ലെന്നും തനിക്കെതിരെ പാർട്ടി ഒരു അന്വേഷണവും നടത്തിയില്ലെന്നുമെല്ലാം പ്രമോദ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട്. പാർട്ടി പുറത്താക്കുന്നവർക്ക് മാധ്യമങ്ങൾ കൊടുക്കുന്ന വീരപരിവേഷത്തെ പാർട്ടി വല്ലാതെ കുറ്റപ്പെടുത്തുന്നു. പ്രമോദ് തനിക്കെതിരെ എടുത്ത നടപടിയെക്കുറിച്ച് പോലീസിൽ പരാതി കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. സംഭവം പോലീസിലേക്ക് പോകുമോ? പോയാൽ തന്നെ വല്ലതും നടക്കാൻ പോലീസിനെ ഭരിക്കുന്ന പി ശശി സമ്മതിക്കുമോ? പ്രമോദിനെതിരെ ഉയർന്നതായി മാധ്യമങ്ങളിൽ വന്ന ആരോപണം ഇതായിരുന്നു. PSC അംഗത്വം വാങ്ങിക്കൊടുക്കാം എന്ന് പറഞ്ഞ് ഒരു ഹോമിയോ ഡോക്ടറിൽ നിന്നും അതിനുള്ള ചെലവുകാശായ 60 ലക്ഷം രൂപയിൽ 22 ലക്ഷം രൂപ കൈപ്പറ്റി. മന്ത്രി മുഹമ്മദ് റിയാസ്, ജില്ലാ സെക്രട്ടറി P മോഹനൻ, MLA മാരായ MK സച്ചിൻ ദേവ്, തോട്ടത്തിൽ രവീന്ദ്രൻ എന്നിവരെ കൂട്ടുപിടിച്ച് പദവി നേടിയെടുക്കാം എന്ന് വാഗ്ദാനം ചെയ്തതായാണ് കഥ പരക്കുന്നത്. അംഗത്വം കിട്ടാതെ വന്നപ്പോൾ തന്റെ പണം മടക്കിത്തരണം എന്ന ആവശ്യവുമായി പണം കൊടുത്തവരെത്തി. അതിന് മറുപടി ഉണ്ടായില്ല. സംഭവം പരസ്യമാക്കപ്പെട്ടു. അതോടെ പണം കൊടുത്തു കാണണം. പോലീസ് അന്വേഷണം നടത്തിയപ്പോൾ 20 ലക്ഷം അംഗത്വം കിട്ടാനും 2 ലക്ഷം മറ്റു ചിലവുകൾക്കുമായി കൊടുത്തതായി ഡോക്ടർ പറഞ്ഞതായാണ് വാർത്ത പരന്നത്. അവസാനം പക്ഷേ പരാതി ഉന്നയിച്ചവർ തങ്ങൾ പരാതി ഉന്നയിച്ചിട്ടില്ല എന്ന് പരസ്യമായി പറഞ്ഞു. അടുത്ത കാലത്തായി ഇടതുഭരണത്തിൽ പിടിയുള്ളവർ DGP അടക്കം ഇങ്ങനെയാണ്. പണം വാങ്ങിച്ചാൽ പ്രത്യുപകാരം ചെയ്തു കൊടുത്തില്ലെങ്കിലും പണം തിരിച്ചു കൊടുക്കില്ല. അവസാനം എല്ലാം പരസ്യമായി കഴിയുമ്പോൾ തുക കൊടുത്ത് പ്രശ്നം തീർക്കുന്നു. PSC ഇന്റർവ്യൂ കടക്കാൻ വല്ല വഴിയും ഉണ്ടോ എന്ന് ചോദിച്ച ശ്രീജിത്ത തന്നെ സമീപിച്ചു എന്നാണ്. കൃത്യമായ തിരക്കഥ അനുസരിച്ചാണ് അദ്ദേഹത്തെ പുറത്താക്കിയത് എന്നാണ് പ്രമോദ് പറയുന്നത്. ആരുടെ തിരക്കഥ? ഏതായാലും മാധ്യമപ്രവർത്തകരുടെ ആവില്ലല്ലോ. ചിലർ പ്രചരിപ്പിക്കുന്നത് പോലെ കോഴിക്കോട് ജില്ലയിലെ പാർട്ടിയെയും കൈപ്പിടിയിലാക്കുവാൻ ചില സമുദായക്കാർ തയ്യാറാക്കിയ തിരക്കഥയാണോ സാക്ഷാത്കരിക്കപ്പെട്ടത്? കാരണം കോഴിക്കോട് ജില്ലയിലെ അത്രയും സമർത്ഥനായ CPM യുവ നേതാവായിരുന്നു പ്രമോദ് കോട്ടൂളി. മുതിർന്ന നേതാക്കളുടെ ഇടയിൽ ഏറെ മതിപ്പുള്ളവൻ. അദ്ദേഹത്തെ ഇല്ലാതാക്കുവാൻ റിയാസ് ക്യാമ്പ് ഉപയോഗിച്ച ആയുധം എന്ന മട്ടിലും പ്രചരണമുണ്ട്. കോഴിക്കോട് റിയാസ് കരുത്തനാകുന്നതിൽ CPM-ൽ തന്നെ അസ്വസ്ഥതകൾ ഉണ്ട്. സത്യം കോട്ടൂളി പറയും എന്ന മട്ടിൽ മാധ്യമങ്ങൾ പിന്നാലെ ഉണ്ട്. പാർട്ടി നിബന്ധന അനുസരിച്ച് തനിക്കെതിരെ അന്വേഷണം നടത്തിയില്ല. നിഗമനങ്ങളുടെ പുറത്ത് തന്നെ പുറത്താക്കി. തനിക്കെതിരെ വ്യാജ വാർത്ത നിർമ്മിച്ചു. തനിക്കെതിരെ പ്രചരിച്ച വാർത്തയിലെ പരാതിക്കാരനാര്? അദ്ദേഹം പലതും പറയുന്നു, പലതും ചോദിക്കുന്നു. പരാതിക്കാരനായി പ്രചരിപ്പിക്കപ്പെടുന്ന ശ്രീജിത്ത് തന്റെ സുഹൃത്താണ്. അദ്ദേഹവുമായി ഒരു പണമിടപാടും ഉണ്ടായിട്ടില്ല. PSC-യിലെ പരീക്ഷ സംബന്ധിച്ച് ഒരു സഹായം ചോദിച്ച് സഹായിക്കാമെന്ന് പറഞ്ഞു. പിന്നീട് അന്വേഷിച്ചപ്പോൾ ഒന്നും നടക്കില്ലെന്ന് മനസ്സിലായി. അത്രമാത്രം. ഏതായാലും ഇത്തരം ഒരു സഹായത്തിന് സമീപിച്ചതിലൂടെ ഡോക്ടർ സമൂഹത്തിൽ പടരുന്ന ചിന്തയുടെ എങ്കിലും അടയാളമായി. ഇത്തരം പദവികൾ പണം കൊടുത്ത് വാങ്ങാനാവും എന്ന ചിന്ത. 1982-ൽ ജ്യോതി വെങ്കിടചലം കേരള ഗവർണറായിരുന്ന കാലത്ത് രാഷ്ട്രപതി ഭരണകാലത്ത് PSC-യിൽ അവർ ഒരു അംഗത്തെ നിയമിച്ചു. മൊത്തം അംഗസംഖ്യ വർദ്ധിപ്പിച്ചുകൊണ്ടായിരുന്നു നിയമനം. അതിൽ അഴിമതി ഉണ്ടെന്ന് കേട്ടിരുന്നു. രാഷ്ട്രപതി ഭരണകാലത്ത് നടത്തിയ നിയമനം വേണമെങ്കിൽ പിന്നീട് വന്ന സർക്കാരിന് റദ്ദാക്കാമായിരുന്നു. എന്നാൽ തുടർന്ന് വന്ന K കരുണാകരൻ അത് ചെയ്തില്ല എന്ന് മാത്രമല്ല, അംഗത്വ സംഖ്യ ഒന്നുകൂടി കൂട്ടി തന്റെ ഒരാളെ കൂടി നിയമിക്കുകയും ചെയ്തു. ഏതായാലും കോട്ടൂളി സംഭവത്തോടെ അത്തരം കളികൾ ഇപ്പോഴും നടക്കുന്നു എന്ന ചിന്ത ശക്തമായി. അത്രയും വലിയ ഒരു പ്രവൃത്തി തനിക്ക് തനിയെ സാധിക്കില്ലെന്ന് കോട്ടൂളിക്ക് അറിയാം. എങ്കിലും ഘടകകക്ഷിയുടെ വിലാസത്തിൽ മുന്നണിയിൽ നിന്നും പദവി വീതം വെച്ച് വാങ്ങി ഇഷ്ടക്കാർക്ക് കൊടുക്കുന്ന സമ്പ്രദായം ഇടതുമുന്നണിയിൽ ഉണ്ടായിട്ടുണ്ട്. ഈ സർക്കാരിന്റെ തുടക്കകാലത്ത് സംസ്ഥാന ആസൂത്രണ ബോർഡിലെ കേരള കോൺഗ്രസ് പ്രതിനിധി അങ്ങനെ ഉണ്ടായതാണെന്ന് കേട്ടിട്ടുണ്ട്. മുന്നണി കൊടുത്തത് മാണിക്ക്, പദവി കിട്ടിയത് വേറെ ചിലർ ആഗ്രഹിച്ച വ്യക്തിക്ക്. ഇത്തരം സാധ്യതകൾ നിറവേറണമെങ്കിൽ ഉന്നതർ തന്നെ ഇടപെടണം. കോട്ടൂളിക്ക് ഇപ്പോൾ അതിനാവില്ല. അതായത് കോട്ടൂളി ചിന്തിച്ചതിന് പിന്നിൽ വേറെയും പലരും ഉണ്ടാവാം എന്ന്. ജില്ലാ കമ്മിറ്റി ശ്രീജിത്തിന്റെ പരാതി ലാഘവത്തോടെ കൈകാര്യം ചെയ്യുന്നതിന് കാരണവും അതാവാം. അവസാനം ഇടപെടിയുന്ന നടപടി എടുത്തതും ഈ തിരിച്ചറിവ് കൊണ്ടാവാം. കോട്ടൂളി വല്ലതും പറഞ്ഞ് കുളം നാറ്റിക്കുന്നതിന് മുമ്പ് പുറത്താക്കാം. ഇനി അദ്ദേഹം അഥവാ വല്ലതും പറഞ്ഞാലും അതെല്ലാം ശിക്ഷിക്കപ്പെട്ട് പുറത്താക്കപ്പെട്ടവന്റെ ജൽപ്പനങ്ങളായി മുദ്രകുത്തപ്പെടുമല്ലോ. പറയേണ്ടതെല്ലാം പറയേണ്ടിടത്ത് കൃത്യമായി പറയാം. എല്ലാം കൃത്യമായി കാണിച്ച് പാർട്ടിക്ക് പരാതി കൊടുക്കും. കോട്ടൂളി ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട് അതാണ്.
ജില്ലാ കമ്മിറ്റി വീഴ്ച വരുത്തി എന്നതുകൊണ്ട് സംസ്ഥാന കമ്മിറ്റി ടി രാമകൃഷ്ണനെയും മുഹമ്മദ് റിയാസിനെയും സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് വ്യക്തമാക്കുവാൻ ജില്ലാ കമ്മിറ്റിയിലേക്ക് അയച്ചിരിക്കുകയാണ്. ഇവരുടെ സാന്നിധ്യത്തിൽ ചേർന്ന ജില്ലാ കമ്മിറ്റി എന്തു തീരുമാനിക്കാൻ? എല്ലാം റിയാസ് ആഗ്രഹിക്കുന്ന വഴിക്ക് തന്നെ പോകും. നിരാശനായി കോട്ടൂളി സത്യങ്ങൾ പുറത്തു പറഞ്ഞാൽ, കൃത്യമായ വിവരങ്ങൾ വിശ്വാസ്യമായി പറഞ്ഞാൽ അങ്ങനെയങ്ങ് നിസ്സാരവൽക്കരിക്കാനാവില്ല. പക്ഷെ സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലുകൾക്ക് എന്തുണ്ടായി? അവർ വെളിപ്പെടുത്തിയതാണ് സത്യമെന്ന് പിൻകാലത്ത് എത്രയോ സംഭവങ്ങൾ സാക്ഷ്യം പറഞ്ഞു. പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയുടെ മകളുടെ കാര്യം. സ്വപ്നയ്ക്കെതിരെ നിയമപരമായ നടപടി പോലും എടുത്തില്ല. അവർ ആശ്രയിച്ച കേന്ദ്ര ഏജൻസികളും ഭംഗിയായി കളിക്കുന്നു. അത്രത്തോളം ഒന്നും ചാടാൻ പ്രമോദ് കോട്ടൂളിക്കാവില്ലല്ലോ. അതുകൊണ്ട് അദ്ദേഹം ഒന്നും ചെയ്യാതെ നോക്കാൻ പിണറായിക്കാവും. പിന്നെ പോലീസിൽ പരാതിപ്പെട്ടാൽ അക്കാര്യം ശശി നോക്കും. അപ്പോൾ കോട്ടൂളിക്കുള്ള വഴി എല്ലാം അനുസരിച്ച് പാർട്ടിയിലെ ചിലർ പറയുന്നത് പോലെ ജീവിക്കുക മാത്രമാവും. അതാണ് CPM ഇന്ന് നേരിടുന്ന ഒരു വലിയ ദുര്യോഗവും. സഖാക്കൾക്ക് പണത്തോട് വല്ലാത്ത ആർത്തിയായിരിക്കുന്ന സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞ സത്യം എല്ലാവർക്കും അറിയുന്നതല്ലേ? നാണം കെട്ടും പണമുണ്ടാക്കിയാൽ ആ നാണക്കേട് പണം മാറ്റുമെന്ന് വിശ്വസിക്കുന്നവരല്ലേ ഇന്ന് കൂടുതൽ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കെത്തിയ ഒരു രോഗി 42 മണിക്കൂർ ഒരു ലിഫ്റ്റിൽ കുടുങ്ങി ഒറ്റയ്ക്ക് കഴിയേണ്ടി വന്നത് ഗിന്നസ് ബുക്കിൽ ചേർക്കപ്പെടാവുന്ന സംഭവമാകണം. അത്തരം അപൂർവ സംഭവം ഉണ്ടായത് പിണറായി സർക്കാരിന്റെ കാലത്ത് വീണ ജോർജ് ആരോഗ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് എന്നതും ചരിത്രം. ഇതിൽ മന്ത്രിയുടെ കഴിവോ കഴിവുകേടോ ഒന്നും വിഷയമല്ലെങ്കിലും നമ്മുടെ മെഡിക്കൽ കോളേജ് ആശുപത്രികളുടെ പ്രവർത്തനത്തെക്കുറിച്ച് കൃത്യമായ സൂചന തരുന്നില്ലേ? തലസ്ഥാനത്തെ MLA ഹോസ്റ്റലിലെ താൽക്കാലിക ജീവനക്കാരനായ 42-കാരനാണ് ശനിയാഴ്ച മുതൽ തിങ്കളാഴ്ച വരെ ലിഫ്റ്റിൽ കുടുങ്ങി. പുറം വേദനയ്ക്ക് ചികിത്സ തേടിയെത്തിയ രവീന്ദ്രൻ നായർ ജൂലൈ 13 ശനിയാഴ്ച മുതൽ 15 തിങ്കളാഴ്ച രാവിലെ വരെ ലിഫ്റ്റിൽ കുടുങ്ങിക്കിടന്നു. ആരും തിരിഞ്ഞു നോക്കിയതുപോലും ഇല്ല. അദ്ദേഹത്തിന്റെ ജീവന്റെ ബലം കൊണ്ട് ഇന്നും ജീവിക്കുന്നു. സംഭവത്തിന് ശേഷം വീണ മന്ത്രി മെഡിക്കൽ കോളേജുകളിലെ ശുശ്രൂഷകൾ കുറ്റമറ്റതാക്കുവാൻ ചെയ്യാൻ പോകുന്ന ഒരു പിടി കാര്യങ്ങൾ പത്രക്കാരോട് പറയുകയും ചെയ്തു. ജീവനക്കാർക്ക് പരിശീലനം നിർബന്ധമാക്കും. ജീവനക്കാർ രോഗികളോടും കൂട്ടിരിപ്പുകാരോടും സഹാനുഭൂതിയോടെ പെരുമാറണം. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽമാരും ആശുപത്രി സൂപ്രണ്ടന്മാരും നിരന്തരം ആശുപത്രിയിൽ സന്ദർശനം നടത്തണം. മെഡിക്കൽ കോളേജുകളിലെ സുരക്ഷ സംബന്ധിച്ച് പ്രത്യേക യോഗം. ഓരോ വിഭാഗത്തിലും ചെക്ക് ലിസ്റ്റുകളും ഏർപ്പെടുത്തും. ലിഫ്റ്റിൽ ഓട്ടോമാറ്റിക് റെസ്ക്യൂ ഡിവൈസ് സംഘടിപ്പിക്കും. ഓരോ ദിവസവും ലിഫ്റ്റ് താഴെ കൊണ്ടുവന്ന് പരിശോധിച്ച് ലോക്ക് ചെയ്യണം എന്ന് നിർബന്ധമാക്കും എന്നെല്ലാം മന്ത്രി പറഞ്ഞു. സുരക്ഷിത ആശുപത്രി, സുരക്ഷിത ക്യാമ്പസ് എന്ന മുദ്രാവാക്യവും മന്ത്രി മുന്നോട്ട് വെച്ചു. എന്നാൽ ലിഫ്റ്റുകൾ സംബന്ധിച്ച് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് പറയുന്ന ഉപാധികൾ വരെ മെഡിക്കൽ കോളേജിൽ പാലിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഇവയുടെ ലൈസൻസ് പുതുക്കുന്നുണ്ടോ എന്ന് ആർക്കും ഉറപ്പില്ല. റെസ്ക്യൂ സംവിധാനം ഉണ്ടെങ്കിൽ അഥവാ ലിഫ്റ്റിന് ഇടയ്ക്ക് കേട് സംഭവിച്ചാലും ലിഫ്റ്റിലുള്ള ബാറ്ററി ഉപയോഗിച്ച് തൊട്ടടുത്ത നിലയിൽ എത്തേണ്ടതാണ്. ഒന്നും നടന്നില്ല. അതൊന്നും ഇല്ലെന്ന് വ്യക്തം. രവീന്ദ്രൻ നായർ രക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ വരെ ഇടപെട്ടു. തലസ്ഥാനത്തെ കുപ്രസിദ്ധമായ ആമയിഴച്ചാൻ തോട് ശുചിയാക്കുന്നതിന് ഇറങ്ങിയ ജോയി എന്ന യുവാവിനെ കാണാതായതും മൂന്നാം പക്കം എല്ലാ അന്വേഷകരെയും പരിഹസിച്ചുകൊണ്ട് അന്വേഷണം നടക്കുന്നതിന്റെ 750 മീറ്റർ അകലെ നിന്നും ജോയിയുടെ മൃതദേഹം കണ്ടെടുത്തതും കേരളത്തെ വല്ലാതെ അലട്ടുന്ന മാലിന്യ പ്രശ്നത്തിലേക്ക് ഒരു ജീവന്റെ വില വെച്ച് കേരളത്തെ ഉണർത്തി. ഒരു ദാരുണ മരണം നടന്നപ്പോഴും അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം പേറേണ്ടവർ മറ്റുള്ളവരെ കുറ്റം പറയാൻ മത്സരിക്കുകയായിരുന്നു. തലസ്ഥാനത്തെ ഓടകളുടെ ശുചീകരണത്തിനായി ഉമ്മൻചാണ്ടി സർക്കാർ നടപ്പാക്കി തുടങ്ങിയ ഓപ്പറേഷൻ അനന്ത എന്ന പദ്ധതി പാതി വഴിയിൽ നിർത്തിയതിന്റെ ഉത്തരവാദിത്തം പിണറായി സർക്കാരിന്റേതല്ലേ? ഓടകൾ കയ്യേറി കെട്ടിടത്തിന്റെ ഭാഗമാക്കിയവരെ ഇറക്കിവിടാതെ അവരുടെ സഹായം വാങ്ങിച്ച് പദ്ധതി നിർത്തിയതിന് കൊടുത്ത വിലകളിൽ ഒന്നാണ് ജോയിയുടെ ജീവൻ. 12 കിലോമീറ്റർ നീളമുള്ള നഗരത്തിലെ കാളിന്തിയാണ് ആമയിഴച്ചാൻ തോട്. ഒരിക്കൽ ശുദ്ധജലം ഒഴുകിക്കൊണ്ടിരുന്ന ഈ തോടിനെ കാളിന്തിയാക്കിയത് നഗരവാസികളും ഇവിടുത്തെ കച്ചവടക്കാരുമാണ്. അവരുടെ മാലിന്യങ്ങൾ ഏറ്റുവാങ്ങി ഒഴുകുന്നത് കൊണ്ടാണ് ആമയിഴച്ചാൻ തോട് ഇങ്ങനെ മാലിന്യം നിറഞ്ഞതായത്.
8.67 കിലോമീറ്റർ നീളമുള്ള ഉള്ളൂർ തോടും 5.8 കിലോമീറ്റർ നീളമുള്ള പട്ടം തോടും കൊണ്ടുവരുന്ന മാലിന്യങ്ങളും ആമയിഴച്ചാൽ തോടിലാണ് വീഴുക. നഗരത്തിലെ മാലിന്യങ്ങൾ ഏറ്റുവാങ്ങുന്ന, ഒരു കാലത്ത് ശുദ്ധജലം ഒഴുകിയിരുന്ന കരിയിൽ തോടും തെക്കനംകര കനാലും കിള്ളിയാറും തെറ്റിയാർ തോടും പാർവതി പുത്തനാറും ഇന്ന് കാളിന്തികളാണ്. സർക്കാരോ മേയറോ മാത്രമല്ല ഇതിന് ഉത്തരവാദികൾ എന്നതും സത്യമാണ്. പക്ഷെ തങ്ങളല്ല, റെയിൽവേക്കാരാണ് ജോയിയുടെ മരണത്തിന് ഉത്തരവാദികൾ എന്ന് പറയുമ്പോഴാണ് നാണക്കേട് തോന്നുന്നത്. മേയർ പദവികൾ വേദികളിൽ ഫോട്ടോയിൽ വരുന്നതിന് മാത്രമുള്ള അവസരമായി കരുതുന്നത് പോലെ തോന്നിപ്പോകും. 12 കിലോമീറ്റർ നീളത്തിൽ 117 മീറ്റർ മാത്രം നീളത്തിലാണ് റെയിൽവേയുടെ ഭൂമിയുടെ ആമയിഴച്ചാൻ തോട് ഒഴുകുന്നത്. ശുദ്ധീകരണത്തിന് ഇറങ്ങിയ തൊഴിലാളിയുടെ മൃതദേഹം തോട്ടിലൂടെ ഒഴുകി. ആ 117 മീറ്റർ കടന്ന് പിന്നെയും 750 മീറ്റർ അകലെയാണ് പൊങ്ങിയത്. എന്നതുകൊണ്ട് തന്നെ റെയിൽവേയുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശത്ത് മാലിന്യം ഉണ്ടെങ്കിലും ഒഴുക്ക് തടസ്സപ്പെടുന്നില്ല എന്ന് വരുന്നു. ഏതായാലും ഉത്തരവാദിത്തത്തിൽ നിന്നും തലയൂരാൻ മേയർ നടത്തിയ അവകാശവാദങ്ങൾ വല്ലാത്തതായി. കുട്ടികളിയല്ല മേയർ പണി എന്ന് CPM മനസ്സിലാക്കുന്നത് നല്ലത്. തോടിന്റെ ഉത്തരവാദിത്തം വിശാലമായ അർത്ഥത്തിൽ ജലസേചന വകുപ്പിന് ഉള്ളതാണ്. മന്ത്രി റോഷി പക്ഷേ ചിത്രത്തിൽ വന്നതേയില്ല. ഏതായാലും മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ എല്ലാവരും പങ്കെടുത്തു. ഓരോ നഗരത്തിലെയും മാലിന്യങ്ങൾ അവിടുത്തെ ശുദ്ധജല കനാലുകളിൽ ഒഴുകാതെ സംസ്കരിക്കുന്നതിനുള്ള പദ്ധതികൾ ഉണ്ടാക്കേണ്ടതുണ്ട്. ഒന്നും കാര്യക്ഷമമായി നടക്കില്ല എന്നതുകൊണ്ടാണ് എങ്ങും മാലിന്യ സംസ്കരണ പ്ലാന്റ് പോലും സ്ഥാപിക്കാനാവാതെ വരുന്നത്. വികസിത രാജ്യങ്ങളിൽ മാലിന്യം വൃത്തിയായി സംസ്കരിച്ച് വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. ഏതായാലും തിരുവനന്തപുരം വിമാനത്താവളത്തിലെ കനാലുകൾ ശുചിയാക്കുന്നതിന് റോബോട്ടുകളെ ഉപയോഗിക്കുന്നതിന് അദാനി ആലോചന തുടങ്ങിയിട്ടുണ്ട്. ജെൻ റോബോട്ടിക് കമ്പനിയുമായി ഇതിനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഭാരതത്തിലാകെ കുപ്രസിദ്ധയായി ഡോക്ടർ പൂജി കേട്കർ എന്ന IAS പ്രൊബേഷണർ. 2023 സിവിൽ സർവീസ് ഉദ്യോഗസ്ഥയാണവർ. അഖിലേന്ത്യാ തലത്തിൽ 841 റാങ്കുകാരി. പരാതി കൊണ്ട് സഹികെട്ട് മഹാരാഷ്ട്ര സർക്കാർ അവരെ പൂനെയിൽ നിന്നും വാഷിമിലേക്ക് സൂപ്പർ ന്യൂമറിയായി നിയമിച്ചു. സബ് കളക്ടറായ അവർക്ക് കളക്ടറുടെ പദവിയേക്കാൾ വലിയ സംവിധാനങ്ങൾ വേണം പോലും. വാഹനത്തിൽ ബീക്കൺ ലൈറ്റ് പിടിപ്പിച്ചും, അതും സ്വകാര്യ വാഹനത്തിൽ ചുവപ്പും നീലയും നിറത്തിലുള്ള ബീക്കൺ ലൈറ്റ് ആ വാഹനത്തിൽ മഹാരാഷ്ട്ര സർക്കാർ എന്ന സ്റ്റിക്കർ പതിപ്പിച്ചു. ഇങ്ങനെ കാണിച്ച് തോന്നിവാസങ്ങളെല്ലാം ഉദ്ധരിച്ച് പൂനെ കളക്ടർ ഡോക്ടർ സുഹാസ് ദിവാസെ ചീഫ് സെക്രട്ടറിക്ക് പരാതി അയച്ചു. അതിനു പുറമെ എത്ര ആക്ഷേപങ്ങളാണ് അവർക്കെതിരെ വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് സിവിൽ സർവീസിൽ പ്രവേശനം നേടിയത്. അവർ ഹാജരാക്കിയ നോൺ ക്രീമി ലെയർ OBC സർട്ടിഫിക്കറ്റ് ശരിയല്ലെന്ന പരാതി അന്വേഷണത്തിലാണ്. OBC എന്ന് സംശയമുണ്ടെന്ന് 2023 ഫെബ്രുവരിയിൽ ട്രിബ്യൂണൽ വിധി ഉണ്ടായിട്ടും നിയമനം ശരിയാക്കി. അച്ഛൻ ദിലീപ് ഗഡ്കർ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാണ്. അമ്മ ഈയിടെ പോലീസ് പിടിയിലായി. കണ്ണിന് രോഗമില്ലാത്ത അവർക്ക് 51% വൈകല്യം ഉണ്ടെന്ന് അഹമ്മദ് നഗർ ആശുപത്രിയിലെ ഡോക്ടർമാർ 2018 2021 സർട്ടിഫിക്കറ്റ് കൊടുത്തതും ശരിയല്ലെന്ന് പരാതി ഉയർന്നു. ഭിന്നശേഷിക്കാരിയോ എന്ന് തെളിയിക്കാൻ പരിശോധനയ്ക്ക് ഹാജരാകുവാൻ ആവശ്യപ്പെട്ടിട്ട് 6 തവണ അവർ കൂട്ടാക്കിയില്ല. ഓരോ കാരണം പറഞ്ഞ് മാറ്റിവെച്ചു. പിടിയുള്ളവർ നടത്തുന്ന കളികളുടെ ഒരു ഉദാഹരണമാണ് പൂജ. ഇത്തരത്തിൽ ഒരു സംഭവം കാട്ടാക്കടയിൽ ഉണ്ടായി. ഇവിടെ ആരോപണ വിധേയനായത് അവിടുത്തെ MLA സ്റ്റീഫനാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് സ്റ്റീഫന്റെ പാവപ്പെട്ട ജീവിതത്തിന്റെ നിറം പിടിപ്പിച്ച കഥകൾ വല്ലാതെ പ്രചരിപ്പിക്കപ്പെട്ടതാണ്. വീടില്ല, പാർട്ടി ഓഫീസിലാണ് കിടപ്പ്, പാർട്ടിയാണ് പഠിപ്പിച്ചത് എന്നല്ല. ഏതായാലും ശബരിനാഥിനെ തോൽപ്പിച്ച് MLA ആയി ഇപ്പോൾ കാറുണ്ട്. ഒരു വിവാഹത്തിൽ പങ്കെടുക്കുവാൻ വന്ന MLAയുടെ കാറിടാൻ അനുവദിച്ചില്ലെന്ന് പറഞ്ഞ് കുട്ടി സഖാക്കൾ മറ്റൊരു യുവാവിന്റെ കാർ അടിച്ചു തകർത്തു. യുവാവും ഗർഭിണിയായ ഭാര്യയും വല്ലാതെ ഭയപ്പെടുത്തപ്പെട്ടു. ജൂലൈ 15 തിങ്കളാഴ്ച രാത്രിയായിരുന്നു സംഭവം. അമ്പലത്തിൻകല സ്വദേശി ബിനീഷ് ഭാര്യ നീതുവുമാണ് ആക്രമിക്കപ്പെട്ടത്. DYFI-കാരാണ് കാർ അടിച്ചു തകർത്തതും മാല പൊട്ടിച്ചതും. ബിനീഷ് പോലീസിൽ പരാതി കൊടുത്തു. ബിനീഷിന് മൂക്കിനും കൈക്കും നെഞ്ചിനും പരിക്കുണ്ട്. സംഭവത്തിൽ DYFI പ്രവർത്തകർക്കെതിരെ കേസെടുത്തതായി കാട്ടാക്കട CI പറഞ്ഞു. 4 പേർ കീഴടങ്ങി. അവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു.
സംഭവ സമയത്ത് താൻ ഹാളിലായിരുന്നു എന്നും തനിക്ക് പോകാൻ തിടുക്കം ഉണ്ടായിരുന്നില്ലെന്നും MLA പറഞ്ഞു. വലിയ തിരുത്തലുകളാണ് CPM വരുത്തേണ്ടതെന്ന് കാട്ടാക്കട സംഭവവും അടിവരയിടുന്നു. ഷീലോഹിന്റെ കാഴ്ചകൾ ഇനി അടുത്ത ആഴ്ച.